വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ബ്രസീൽ വേൾഡ് കപ്പിനൊരുങ്ങുന്നത്. പരിശീലകനെ മാറ്റി പുതിയ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇത്തവണ വേൾഡ് കപ്പ് നേടാനുറച്ച് തന്നെയാണ് ബ്രസീലിൻ്റെ വരവ്. 2022 വേൾഡ് കപ്പിന് ശേഷം ഏറെ നിറമങ്ങിയ ഫോമിലാണ് ബ്രസീൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലബിലെ മിന്നും താരങ്ങൾ ബ്രസീൽ ജേഴ്സിയിലെത്തുമ്പോഴുള്ള ഫോം ഔട്ട് തന്നെയാണ് ബ്രസീലിനെ കുഴപ്പിക്കുന്നതും. പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വേൾഡ് കപ്പിന് മുന്നേ തന്നെ പരിക്കിൽ വലഞ്ഞിരിക്കുകയാണ് ബ്രസീൽ. അതേസമയം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മറെ ഇതേവരെ ബ്രസീൽ സ്ക്വാഡിലേക്ക് പരിഗണിച്ചിട്ട് പോലുമില്ല പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി. അവസാന കോളപ്പിൽ നെയ്മറെ വിളിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകവും ബ്രസീൽ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ടീമിൽ വിളിക്കാത്തതിൽ നെയ്മറും ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി കഠിന പ്രയത്നത്തിലാണ് നിലവിൽ നെയ്മർ. അവസാന വിളിയിൽ ടീമിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീൽ ടീമിനൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. വേൾഡ് കപ്പ് എന്നത് എൻ്റെ സ്വപ്നമാണ്. എല്ലാ ബ്രസീലുകാരും അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കും. ഈ വേൾഡ് കപ്പിൽ ഞങ്ങൾ അർജന്റീനയ്ക്കെതിരെ ഫൈനൽ കളിക്കുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. അങ്ങനെ ഒരു കാര്യത്തിന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നെയ്മറുടെ വാക്കുകൾ. ഏതായാലും നെയ്മറെ വേൾഡ് കപ്പ് ടീമിൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. അതേസമയം സ്കലോണിയുടെ അർജന്റീനയാകട്ടെ മിന്നും ഫോമിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതായാലും ഇത്തവണ ആര് വേൾഡ് കപ്പ് നേടുമെന്ന നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.